CBSE 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 9th ചാപ്റ്റർ, അതായത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 13th ക്വസ്റ്റ്യൻ മുതലാണ് എന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് +1. വാട്ട് ഡസ് ദിസ് മീൻ? ഒരു പ്ലെയിൻ മിററിന്റെ മാഗ്നിഫിക്കേഷൻ +1 ആണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് വലുതാവുന്നു ചെറുതാവുന്നു, വലിപ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അത് കണ്ടുപിടിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, h'/h ആണ്. അപ്പോൾ ദ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് +1. ഒന്നാണ് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആ ഇമേജിന്റെ സൈസിന് ഒരു മാറ്റവുമില്ല. ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് തന്നെയാണ് ഇമേജ്. 1 എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. Which means that the image formed by the plane mirror is of the same size as that of the object. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലായിരിക്കും. ഇത് പ്ലെയിൻ മിററിന്റെ കേസാണ് പറഞ്ഞത്. നമുക്ക് കോൺവെക്സും കോൺവേവും ആകുമ്പോൾ അവിടെ വലിപ്പത്തിൽ ഡിമിനിഷ്ഡ്, എൻലാർജ്ഡ് അങ്ങനെയൊക്കെ ഇമേജിന് മാറ്റം വരാം. പ്ലെയിൻ മിററിൽ സെയിം സൈസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. +1 ആണ് സൈൻ. സൈൻ പോസിറ്റീവ് ആകുമ്പോൾ അത് വിർച്വൽ ഇമേജ് ആണ്, അതുപോലെ തന്നെ നിവർന്നതാണ്, ഇറക്റ്റ് ആണ്. അത് മൈനസ് സൈൻ ആണെങ്കിൽ അത് ഇൻവേർട്ടർ ആണെങ്കിൽ, തലതിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ഇൻവേർട്ടർ ഇമേജ് ആകുമ്പോൾ അത് എക്സ് ആക്സിന് താഴേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് മൈനസ് സൈൻ ആണ് കിട്ടുക. ഇവിടെ പ്ലസ് സൈൻ എന്നതിൻ്റെ അർത്ഥം അത് വിർച്വൽ ആണ്, അതുപോലെ ഇറക്റ്റ് ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ +1 എന്നതിനർത്ഥം, ആ 1 എന്നതിനർത്ഥം സെയിം സൈസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അതുപോലെ പ്ലസിന്റെ അർത്ഥം അത് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ഇനി ഇതിലെ 14th ക്വസ്റ്റ്യൻ, 14ാമത്തെ ചോദ്യം. ആൻ ഒബ്ജക്ട് 5 cm in length is placed at a distance of 20 cm in front of a convex mirror of radius of curvature 30 cm. Find the position of the image, its nature and size. പ്രോബ്ലം ആണ്, ചെയ്തു നോക്കാം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ: ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു നമുക്ക് 20 cm. അപ്പോൾ യു മൈനസ് ആയിരിക്കും, കാരണം ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റിനെ പരിഗണിക്കുക. അപ്പോൾ അത് -20 cm അത് എടുത്തെഴുതി. ഒബ്ജക്റ്റ് ഹൈറ്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 cm. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒബ്ജക്റ്റ് 5 cm ഇൻ ലെന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് h 5 cm. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് 30 cm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് 2 × ഫോക്കൽ ലെങ്ത്. അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് f ഈസ് ഈക്വൽ ടു നമുക്ക് 15 cm എന്ന് കിട്ടി. ഇനി അക്കോർഡിംഗ് ടു ദ മിറർ ഫോർമുല 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v കണ്ടുപിടിക്കണം. നമുക്ക് ഇക്വേഷനിൽ നിന്ന് മാറ്റി എഴുതാം. ഈ 1/f എവിടെയുണ്ട്? അപ്പോൾ 1/f മൈനസ് 1/u, ഈ 1/uവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയാൽ ഈക്വൽ ടു 1/v എന്ന് നമുക്ക് കിട്ടും. 1/v എന്ന രീതിയിൽ എഴുതുന്നു. 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് കിട്ടുന്നു. ഈക്വൽ ടു സൈഡിന് അങ്ങോട്ടും നമ്മൾ മാറ്റി എഴുതി. v കിട്ടാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആക്കി മാറ്റി. ഇനി നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/15 മൈനസ് 1/-20 ഈക്വൽ ടു അത് 1/15 പ്ലസ് 1/20 എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 20 × 1 20 പ്ലസ് 15 × 1 15 ഡിവൈഡ് ബൈ 15 × 20 ഈക്വൽ ടു 20 15 35 35 ഡിവൈഡഡ് ബൈ 300 കിട്ടി. ഇനി നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 7 കിട്ടും. 7/60 നമുക്ക് ആൻസർ കിട്ടും. 1/v ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ v ഈക്വൽ ടു അത് 60/7 8.57 cm എന്ന് നമുക്ക് കിട്ടും v. ഇവിടെ വിയുടെ സൈൻ പോസിറ്റീവ് ആണ്, അതിനർത്ഥം മിററിന് പുറകിലാണ്, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും നമ്മുടെ ഇമേജ് ഉണ്ടായിട്ടുള്ളത്. The positive value of v indicates that the image is formed behind the mirror. മിററിന്റെ പുറകിലായിരിക്കും, അതായത് റൈറ്റ് സൈഡിൽ
നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഉണ്ടാവും, പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് പൊസിഷൻ എവിടെയാണെന്ന് കിട്ടി. അതിപ്പോൾ നിന്നും ഈ 8.57 സെന്റിമീറ്റർ മാറി അത് മിററിന്റെ പുറകിലായിരിക്കും, ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എം ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് മാഗ്നിഫിക്കേഷൻ. മൈനസ് ഓഫ് 8.57 ഡിവൈഡഡ് ബൈ -20 ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, യു നമുക്ക് കിട്ടിയിട്ട് തന്നിട്ടില്ല, ഈക്വൽ ടു 0.428. അതാണ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇവിടെ പോസിറ്റീവ് ആണ്. വി പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ബിഹൈൻഡ് ദ മിറർ ആണെന്ന് കിട്ടി. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് ആൻസർ കിട്ടിയത്, അതുകൊണ്ട് തന്നെ അത് നിവർന്നതാണ്, വിർച്വൽ ആണ്. പോസിറ്റീവ് വാല്യൂ ഓഫ് മാഗ്നിഫിക്കേഷൻ ഷോസ് ദാറ്റ് ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ. വിർച്വൽ ഇമേജ് ആണ്, ബിഹൈൻഡ് ദ മിറർ ആണ്, അത്രയും നമുക്ക് കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇമേജ് നിവർന്നതാണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു അത് എം ഇൻറ്റു എച്ച് ആണ്. എച്ച് ഡാഷ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ആണ് എം മാഗ്നിഫിക്കേഷൻ. അപ്പോൾ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഈക്വൽ ടു എം ഇൻറ്റു എച്ച് ആണ്. ഈക്വൽ ടു എം നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.428 ഇൻറ്റു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ഇൻറ്റു 5 ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഹൈറ്റ് 2.14 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് ആണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കിട്ടിയത്. അപ്പോൾ അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, നിവർന്നതായിരിക്കും. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് പോസിറ്റീവ് വിച്ച് ഷോസ് ദാറ്റ് ഇമേജ് ഫോംഡ് ഈസ് ഇറക്റ്റ്. ഇതിന്റെ എല്ലാം കൂടി പ്രത്യേകത, ഓരോ കേസിൽ നമ്മൾ ഓരോ പ്രത്യേകതകൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇമേജിന്റെ ടോട്ടലി ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ എ വിർച്വൽ ഇറക്റ്റ് ആൻഡ് സ്മോളർ ദാൻ ദ ഒബ്ജക്ട് ഇമേജ് ഈസ് ഫോംഡ്. ഹൈറ്റ് 2.14 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിന് 5 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ് ആണ്, വിർച്വൽ ആണ്, ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇറക്റ്റ് ആണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചു, പോസിറ്റീവ് വാല്യൂ കിട്ടിയിട്ടുണ്ട് ഇറക്റ്റ്. അപ്പോൾ സോ എ വിർച്വൽ ഇറക്റ്റ് ആൻഡ് സ്മോളർ ദാൻ ദ ഒബ്ജക്ട് ഇമേജ് ഈസ് ഫോംഡ്. ഇനി ഇതിലെ 15th ക്വസ്റ്റ്യൻ. An object of size 7 centimeter is placed at 27 centimeter in front of a concave mirror of focal length 18 centimeter. At what distance from the mirror should a screen be placed? സ്ക്രീൻ എവിടെ വെക്കണം എന്ന് ചോദിച്ചാൽ ഇമേജ് എവിടെ ഉണ്ടാവും, വി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് എ ഷാർപ്പ് ഫോക്കസ്ഡ് ഇമേജ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. അതായത് കറക്റ്റ് എവിടെ വെച്ചാൽ ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്ത ഒബ്ജക്റ്റ് ഇമേജ് നമുക്ക് കിട്ടുക. അതായത് ചോദ്യം ഇത്രയും നീളത്തിൽ ചോദിച്ചാലും വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ സൈസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഇമേജ്. നമുക്ക് ആദ്യം പ്രോബ്ലം ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. സാധാരണ ഇങ്ങനെയുള്ള കണക്കിൽ നമുക്ക് റേ ഡയഗ്രാം വരച്ച് നോക്കിയിട്ടോ അറേ നോക്കിയിട്ട് പ്രത്യേകതകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വാല്യൂ തന്നിരിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ: ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഈക്വൽ ടു -27 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. അതും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെന്ത് 18 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ -18 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെന്ത്. ഇനി നമുക്കിവിടെ മിറർ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. യൂസിങ് മിറർ ഫോർമുല, അതായത് 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. 1/v ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നു. 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u. ഇവിടെ ചെയ്തത് 1/f ഇവിടെ നിർത്തി, 1/v ഇവിടെ നിർത്തി, 1/u ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയാൽ നമുക്ക് 1/f മൈനസ് 1/u ഈക്വൽ ടു 1/v എന്നാണ് കിട്ടേണ്ടത്. അതിനെ ഒന്നുകൂടെ മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു സൈനിന്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാറ്റും. അങ്ങനെ നമുക്ക് ബേസ് ആയിട്ടുള്ള 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്നുള്ളതിന്റെ ബേസിക് ഇക്വേഷൻ. ആ ഇക്വേഷനെ, അതായത് മിറർ ഫോർമുല, അതായത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാറ്റി എഴുതി. നമുക്ക് 1/v ഈസ് ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 1/-18 മൈനസ് 1/-27 ഈക്വൽ ടു 1/-18 ഇവിടെ
27 സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിനെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആക്കി പ്ലസ് 1/27 ആയി ഈക്വൽ ടു 1 into 27. 27 1 into minus 80 minus 18 divided by minus 18 into 27 equal to ഇവിടെ 9 divided by minus 486 കിട്ടും. ഇതിനെ കട്ട് ചെയ്താൽ മൈനസ് 1/54 ആണ് നമുക്ക് ആൻസർ കിട്ടും. അത് 1/v ആണ്. നമുക്ക് അതുകൊണ്ട് therefore v equal to minus 54 സെന്റിമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ഡിസ്റ്റൻസ് 54 സെന്റിമീറ്റർ ആണ്, പക്ഷേ അത് മൈനസ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സെയിം സൈഡിൽ തന്നെ ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. അതുകൊണ്ട് തന്നെ അത് റിയൽ ആയിരിക്കും. ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 54 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗിവൺ മിറർ. നമ്മൾ കണ്ടുപിടിച്ചത് വി ആണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര സെന്റിമീറ്റർ എത്ര ഡിസ്റ്റൻസിലാണ് സ്ക്രീൻ വെക്കേണ്ടതെന്നായിരുന്നു. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 54 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അപ്പോൾ മൈനസ് ആണ്, അപ്പോൾ സെയിം സൈഡിലാണ് വരിക, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എം ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് 54 ആണെന്ന് നമുക്കറിയാം, ഇപ്പോൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 27 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൈനസ് 27. ഓൾറെഡി ഒരു മൈനസ് ഇവിടെ ഉണ്ട്, കാരണം ഇക്വേഷനകത്ത് മൈനസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 54 ഡിവൈഡ് ബൈ മൈനസ് 22 ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് -2 ആണ് കിട്ടിയത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതിൻ്റെ അർത്ഥം ഇമേജ് റിയൽ ആണ്. നെഗറ്റീവ് വാല്യൂ ഓഫ് മാഗ്നിഫിക്കേഷൻ ഷോസ് ദാറ്റ് ഇമേജ് ഈസ് റിയൽ. Magnification m is equal to minus of height of the image divided by height of the object. അത് ഈക്വൽ ടു h dash by h. അതായത് m ഈക്വൽ ടു h dash by h ആണ്. അപ്പോൾ m ഇൻറ്റു h ഈക്വൽ ടു ആണ് h dash. അതായത് h dash ഈസ് ഈക്വൽ ടു m ഇൻറ്റു h ഈക്വൽ ടു -2 ഇൻറ്റു ഈക്വൽ ടു -14 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓൾറെഡി നമ്മൾ മാഗ്നിഫിക്കേഷൻ സൈൻ മൈനസ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ മൈനസ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ആദ്യം ചെയ്തപ്പോൾ തന്നെ മാഗ്നിഫിക്കേഷൻ നമ്മൾ മൈനസ് ഇട്ടാണ് ചെയ്തത്, അപ്പോൾ -2 നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നമുക്ക് -14 സെന്റിമീറ്റർ കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് നെഗറ്റീവ്, വിച്ച് ഷോസ് ദാറ്റ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. ഇവിടെ ഇമേജ് തലതിരിഞ്ഞാണുള്ള ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലെ 16th ക്വസ്റ്റ്യൻ, 16ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഓഫ് പവർ -2d. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഇസ് ദിസ്? ഇവിടെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് P ഈക്വൽ ടു അത് 1/f ആണ്. എഫ് മീറ്ററിലായിരിക്കും. P ഈക്വൽ ടു -2d. -2 ഡയോപ്സിറം തന്നിട്ടുണ്ട്. അപ്പോൾ F ഈസ് ഈക്വൽ ടു -1/2 ആണ്. ഈക്വൽ ടു -0.5 മീറ്റർ ആണ് നമുക്ക് എഫ് കിട്ടിയത്. ഇവിടെ ഫോക്കൽ ലെന്ത് നെഗറ്റീവ് ആണ്. എ കോൺകേവ് ലെൻസ് ഹാസ് എ നെഗറ്റീവ് ഫോക്കൽ ലെന്ത്, ഹെൻസ് ഇറ്റ് ഈസ് എ കോൺകേവ് ലെൻസ്. ഏത് ടൈപ്പ് ലെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. എ ഡോക്ടർ ഹാസ് പ്രിസ്ക്രൈബ്ഡ് എ corrective lens of power 1.5d. Find the focal length of the lens. Is the prescribed lens diverging or converging? തന്നിട്ടുള്ളത് പവർ ഓഫ് ലെൻസ് P is equal to +1.5 ഡയോപ്സിറം. അതായത് 1/f ഈക്വൽ ടു 1.5. അപ്പോൾ f is equal to 1/1.5 ഈക്വൽ ടു ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പോയിന്റ് മാറ്റുന്നു. 10 ഡിവൈഡ് ബൈ 15 എന്നാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു +0.67 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫോക്കൽ ലെന്ത് പോസിറ്റീവാണ്. ഇവിടെ ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ലെൻസ് ഈസ് കൺവേർജിങ്, ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
മുമ്പുള്ള വീഡിയോയിൽ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം മുമ്പുള്ള ഓരോരോ വീഡിയോകളായിട്ട് ഉണ്ട്. ഇതുകൊണ്ട് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ കൊണ്ട് കഴിയുന്നു.